ഓക്കെ കുട്ടികളെ, അപ്പോൾ നമ്മൾ ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കാണുന്ന പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ടാക്സ് തുടങ്ങുന്ന സമയം മുതൽ, അതായത് 5 ഹെഡുകളിൽ നിന്നുള്ള ഇൻകത്തിൻ്റെ കാൽക്കുലേഷനും അതുപോലെ തന്നെ അത്തരത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം, അതിൽ നിന്നും ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ടോട്ടൽ ഇൻകം കിട്ടുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമുക്കറിയണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളൊരു 6 പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി 2 പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ടാക്സ് ലയബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ടോട്ടൽ ഇൻകം കിട്ടി. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ എത്ര എമൗണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ടാക്സ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 പ്രോബ്ലം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇതിൽ പറയുന്ന ഫോളോയിങ് ഈസ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ആൻ അഡ്വക്കേറ്റ്. ഒരു അഡ്വക്കേറ്റിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നിരിക്കുന്ന ആദ്യത്തെ സൈഡ് ഏതായിരിക്കും? എക്സ്പെൻസ്. പിന്നെ നമുക്ക് ഇൻകമാണ് അല്ലേ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയാളുടെ ഏതൊക്കെയാണ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ അയാളുടെ ഓഫീസ് എക്സ്പെൻസ് 5000 വന്നിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് 1,07,000 വന്നിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഒരിക്കലും എടുക്കില്ല കേട്ടോ, അത് വീട്ടിലെ ചിലവാണ്, അത് നമ്മൾ ഒരിക്കലും ഇതിൽ കൺസിഡർ ചെയ്യാൻ പാടില്ല. പിന്നെ ഡൊണേഷൻ ടു സില സാക്ഷരതാ സമിതി, അതിലേക്ക് ഒരു 1500 രൂപ കൊടുത്തിട്ടുണ്ട്. അത് 100% ഡൊണേഷൻ സെക്ഷൻ 80G പ്രകാരമുള്ള ഡിഡക്ഷനാണ്. ഡൊണേഷൻ എന്നുള്ള ഡിഡക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഈ സില സാക്ഷരതാ സമിതിയിലേക്ക് നമ്മൾ 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിഡക്റ്റബിളാണ്. ഓക്കെ, 100% ഡിഡക്റ്റബിളാണത്. നെക്സ്റ്റ് ചാരിറ്റി. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ചാരിറ്റിന്ന് മാത്രം തന്നിട്ടുള്ളൂ. നമുക്ക് അപ്രൂവ്ഡ് ചാരിറ്റിക്ക് കൊടുത്താൽ മാത്രമാണ് ഡിഡക്ഷൻ കിട്ടുന്നുള്ളൂ. സെക്ഷൻ 80G പ്രകാരം ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ അത് അപ്രൂവ്ഡ് ചാരിറ്റി ആവണം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ഒന്നും അതിനെ കുറിച്ച് തന്നിട്ടില്ല, വെറുതെ ചാരിറ്റിന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്, 1300 രൂപ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. അപ്പോൾ ഗെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ടേം ഗെയിനോ ലോങ് ടേം ഗെയിനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ? ഡിഡക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് നമ്മൾ പറയാറില്ലേ, സെറ്റ് ഓഫ് ചെയ്യുക അല്ലേ, സെറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്കത് എഴുതാം. അത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഇൻകം ടാക്സ് ആണ് 600 രൂപ, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഷെയർ ഓഫ് ലോസ് ഇൻ എ ഫേമിൽ നിന്ന് ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യണം? അത് ശരിക്കും ഒരു ബിസിനസ് ലോസാണ് അല്ലേ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും ഫേമിൽ നിന്നുള്ള ഇൻകം ആയാലും ഫേമിൽ നിന്നുള്ള ലോസ് ആയാലും നിങ്ങളത് എക്സംപ്റ്റഡ് ആണത് അല്ലേ. ഒരു ഫേമിൽ നിന്നുള്ള ഇൻകം എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേമിൽ നിന്ന് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് കൺസിഡർ ചെയ്യരുത്. പിന്നെ നെറ്റ് ഇൻകം ആണ് തന്നിരിക്കുന്നത്. പിന്നെ അതിൽ ശ്രദ്ധിക്കൂ, ലീഗൽ ഫീസ് അത് അയാളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകം ആണ്. സ്പെഷ്യൽ കമ്മീഷൻ അയാളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻകം ആണ്. പിന്നെ ഗെയിൻ ഓൺ റേസ് കോഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഹോഴ്സ് റേസ് പോലെ ഒരു ഇതാണത്. അപ്പോൾ അത് അതർ സോഴ്സസിൽ വരുന്ന ഇൻകം ആണ്. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അവിടെ തന്നിട്ടുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1,80,000 എഴുതണം. അതിൽ നിന്നും നിങ്ങൾ എന്ത് കുറയ്ക്കണം? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നിങ്ങൾ കുറച്ചിട്ട് വേണം ക്യാപിറ്റൽ ഗെയിൻ്റെ ഹെഡിങ്ങിലുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതാൻ. ഓക്കെ, പിന്നെ ഷെയർ ഇൻ പ്രോഫിറ്റ് ഓഫ് ഫേം 4,400 അത് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, അത് എക്സംപ്റ്റഡ് ആണ്. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അത് അതർ സോഴ്സസിൽ നിങ്ങൾ 3000 രൂപ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് എഴുതണം. പിന്നെ പ്രസൻസ് ഫ്രം ക്ലയൻസ് അത് അയാളുടെ ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ ഇൻകം ആണ്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ എൻ എസ് സി പറയുമ്പോൾ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് അത് എക്സംപ്റ്റഡ് ഇൻകം ആണ്, എടുക്കണ്ട. ഡയറക്ടേഴ്സ് ഫീസായിട്ട് അയാൾക്കൊരു 500 രൂപ കിട്ടിയിട്ടുണ്ട്, അത് അതർ സോഴ്സ് ഇൻകത്തിൽ നിങ്ങൾ എഴുതണം. പിന്നെ ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനിയും അതുപോലെ തന്നെ തന്നിട്ടുണ്ട് 700 രൂപ അല്ലേ, അതും എന്തുതന്നെയാണ്? ടാക്സബിൾ ആണ്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എക്സംപ്റ്റഡ് ആണ്, പക്ഷേ ഫോറിൻ കമ്പനി ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് അതർ സോഴ്സസിൽ നിങ്ങൾ എഴുതേണ്ട ഒരു ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളപ്പോൾ ഇങ്ങനെ വേർതിരിച്ചിട്ട് എഴുതണം. ആദ്യം സാലറി എന്നുള്ളൊരു ഹെഡ് ഇതിൽ കാണാനില്ല, അപ്പോൾ അത് എഴുതണ്ട. ഹൗസ് പ്രോപ്പർട്ടി ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ പിന്നെ അടുത്തത് ഇൻകം ഫ്രം പ്രൊഫഷനാണ് അല്ലെങ്കിൽ ബിസിനസ്, ഇതൊരു പ്രൊഫഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻകം ഫ്രം പ്രൊഫഷൻ എഴുതിയിട്ട് അയാളുടെ ഇൻകം പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻകംസും എഴുതുക. അതിൽ നിന്നും അയാളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ കുറയ്ക്കുക. അപ്പോൾ അയാളുടെ പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകം കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ എഴുതുക. അത് ഞാൻ പറഞ്ഞല്ലോ, ലോങ് ടേമിൽ നിന്ന് ഷോർട്ട് ടേം കുറച്ചിട്ടുള്ള കാര്യങ്ങൾ അത് എഴുതുക. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എഴുതുക, അതും നിങ്ങൾ ടോട്ടൽ ചെയ്യുക. ദെൻ നിങ്ങൾക്ക്
നിങ്ങൾക്ക് അത് മൂന്നും കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ നിന്നും ഡിഡക്ഷൻ ഇവിടെ ശിലാ സാക്ഷരതാ സമിതിയിലേക്ക് കൊടുത്തുള്ള ഡൊണേഷൻ മാത്രമാണ്, അത് മൊത്തം നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ ഇനി ശ്രദ്ധിക്കൂ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ശ്രദ്ധിക്കൂ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ പ്രൊഫഷനിൽ നിന്നുള്ള ഇൻകം എഴുതണം. അപ്പോൾ ലീഗൽ ഫീസും സ്പെഷ്യൽ കമ്മീഷനും പാരൻസ് ഫ്രം ക്ലയൻസുമാണ്, അത് പ്രൊഫഷനുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഇൻകം. അതിൽ നിന്നും ഓഫീസ് എക്സ്പെൻസ് നിങ്ങൾ കുറയ്ക്കുക. പിന്നെ ഷെയർ ഫ്രം ഫേം നിങ്ങൾ അത് എക്സംഷനാണ്, അത് നിങ്ങളിനിപ്പോൾ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അതർ സോഴ്സസിലും എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എക്സെപ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകം ഫ്രം പ്രൊഫഷൻ എത്ര കിട്ടിയിരിക്കുന്നത്? 2,60,600 കിട്ടും. അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ഗെയിന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. അവിടെ കൊടുത്തിട്ടില്ല, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ഗെയിന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,80,000, അതിൽ നിന്നും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കുറച്ചിട്ട് 1,300, അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,78,700, അത് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഇൻകം. നെക്സ്റ്റ് പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്, അത് നിങ്ങൾക്കറിയാലോ, എന്താണ് റേസ് കോഴ്സിൽ നിന്ന് 3,000, പിന്നെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്കിൽ നിന്ന് 3,000, ഡയറക്ടേഴ്സ് ഫീസ് 500, ഡിവിഡൻഡ് അത്ര തന്നെ വരുന്നുള്ളൂ. ദെൻ ഇത് മൂന്നും നിങ്ങൾ ടോട്ടൽ ചെയ്താൽ ഗ്രോസ് ടോട്ടൽ ഇൻകം നിങ്ങൾക്ക് കിട്ടും. അതിൽ നിന്നും ഡിഡക്ഷൻ 80G പ്രകാരമുള്ള ഡിഡക്ഷൻ ഏതാണ്? സുരക്ഷാ സമിതിയിലേക്കുള്ള ഡിഡക്ഷനാണ്. അത് മൊത്തം 100% ഡിഡക്ഷനാണ്. സോ 1,500 കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വേഗം തന്നെ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഫോളോയിങ് ആർ ദ ഇൻകം ഓഫ് മിസ്റ്റർ ദർശൻ. ദർശൻ്റെ ഇൻകമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കൂ. ഒന്ന് പറയണത് 1/4 ഷെയർ ഓഫ് HUF 80,000. അതിപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. HUFൽ നിന്നുള്ള ഇൻകം അതെന്താണ്? എക്സംപ്റ്റഡ് ഇൻകം ആണ്. അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് 1/4 ഷെയർ എന്ന് പറഞ്ഞാലും മുഴുവൻ എന്ന് പറഞ്ഞാലും നിങ്ങളത് എഴുതേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് എടുക്കണ്ട. പിന്നെ അടുത്ത് പറയണത് ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള ഇൻകം അതും എന്തുതന്നെയാണ്? എക്സംപ്റ്റഡ് ഇൻകം ആണ്. ഓക്കെ, മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള ഇൻകം എക്സംപ്റ്റഡ് ഇൻകം ആണ്. അതർ സോഴ്സ് എന്നുള്ള ഹെഡിങ്ങിലാണ് അത് വരിക. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ് 12,000, അതും എന്തുതന്നെയാണ്? നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ് 10 വർഷത്തിന് മേലെ വരുന്നതൊക്കെ എന്താണ്? എക്സംപ്റ്റഡ് ഇൻകം ആണ്. അപ്പോൾ അതും നിങ്ങൾ എഴുതണ്ട. പിന്നെ ഗിഫ്റ്റ് ഫ്രം ഹിസ് വൈഫ് 25,000, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 50,000 രൂപ വരെ ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ അതെന്താണ്? എക്സംപ്റ്റഡ് ആണ്. പ്രത്യേകിച്ച് റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 25,000 വൈഫിൻ്റെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, പിന്നെ ബിസിനസ് പ്രോഫിറ്റാണ് നെക്സ്റ്റ് പറയുന്നത്. ബിസിനസ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഡൊണേഷൻ ടു ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് 20,000 ആൻഡ് ഡിപ്രീസിയേഷൻ 26,000, അങ്ങനെ 4,19,000 രൂപ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ബിസിനസ് പ്രോഫിറ്റ് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ മാത്രമാണ് ഇതിൽ അലവബിൾ എക്സ്പെൻസ് ഉള്ളൂ, അത് കുറയ്ക്കാം. പക്ഷേ 20,000 ഈ സി എം റിലീഫ് ഫണ്ടിലേക്കും കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഒരിക്കലും ഇവിടെ കുറയ്ക്കാൻ പാടില്ല. അത് ഡൊണേഷനിൽ നിങ്ങൾക്ക് കുറയ്ക്കാം, അതല്ലാതെ ഇവിടെ ബിസിനസ് പ്രോഫിറ്റിൽ നിന്ന് അത് കുറച്ച് കാണിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഈ 4,19,000 കൂടിയിട്ട് തിരിച്ച് ഏത് ആഡ് ചെയ്യണം? ഈ എമൗണ്ട് നിങ്ങൾ 20,000 ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് കൊടുത്ത് നിങ്ങൾ ആഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഡൊണേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് ലാസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഡയറക്ടേഴ്സ് ഫീസ് അതർ സോഴ്സസിൽ വരുന്നൊരു ഇൻകം ആണ് 15,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലെസ് ടാക്സ് ഡിബഞ്ചേഴ്സ് 16,000. പക്ഷേ അത് ശരിക്കും ലെസ് ടാക്സ് ഡിബഞ്ചേഴ്സ് നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം. പക്ഷേ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഗ്രോസ് എമൗണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, നെറ്റ് എമൗണ്ട് അല്ല, ഗ്രോസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതേ എമൗണ്ട് അതർ സോഴ്സസിൽ എഴുതിയാൽ മതി. പിന്നെ വിന്നിങ് ഫ്രം ലോട്ടറി നമുക്ക് തന്നിരിക്കുന്നത് നെറ്റ് എമൗണ്ട് ആണ് 70,000, അത് നിങ്ങൾ ഗ്രോസ് അപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 70,000 ഗ്രോസ് അപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക? 70,000 ഇൻറ്റു 100/70 അല്ലേ? കാരണം ഇവിടെ 30% അവർ ഡിഡക്റ്റ് ചെയ്യുക. TDS പിടിക്കുക 30% ലോട്ടറിയുടെ ഒക്കെ കേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ 70,000 ഇൻറ്റു 100/70 വെച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ഇൻകം ഫ്രം സാലറി അതൊന്നുമില്ല, ഇൻകം ഫ്രം സാലറി ഇല്ല, ഹൗസ് പ്രോപ്പർട്ടി ഇല്ല, ഇൻകം ഫ്രം ബിസിനസ്സാണ് വരുന്നത്. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 4,19,000 ആണ്. അതിനോട് 20,000 നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 4,39,000. ഓക്കെ, പിന്നെ ഷെയർ ഫ്രം HUF അത് നമ്മൾ എടുക്കില്ല, അത് എക്സംപ്റ്റഡ് ആണ്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഏതൊക്കെയാണ്? മറ്റേ MF എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ്സ് എക്സംപ്റ്റഡ് ആണ്. ഗിഫ്റ്റ് ഫ്രം വൈഫും എക്സംപ്റ്റഡ് ആണ്.
നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റും എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ അവിടെ വെറുതെ ഐഫട്ട് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ ഡയറക്ടേഴ്സ് ഫീസാണ്, അത് 15,000 രൂപ വരും. ഇൻട്രസ്റ്റ് ഓൺ ലെസ് ടാക്സ് ഡിബഞ്ചേഴ്സ് 16,000. പിന്നെ വിന്നിങ് ഫ്രം ലോട്ടറി നമ്മളത് ഗ്രോസ് അപ്പ് ചെയ്ത് എഴുതുമ്പോൾ 1,00,000 രൂപ കിട്ടും. ഓക്കെ. അപ്പോൾ അത് ടോട്ടൽ 1,31,000 ആണ്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം 5,70,000. അതിൽ നിന്നും ഡിഡക്ഷൻ നമ്മൾ കുറയ്ക്കുക. CM ഫണ്ടിലേക്ക് കൊടുക്കുന്നത് 20,000 കുറയ്ക്കുക. അങ്ങനെ 5,50,000 രൂപയാണ് നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കിട്ടുക. ഇപ്പം നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കാണാനുള്ള ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ 5th സെമ്മിൽ പഠിച്ച കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അത് റിവൈസ് ചെയ്ത് മനസ്സിലാക്കുക. കാരണം ഇനി 5th സെമ്മിൻ്റെ എക്സാം വന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും. ഇനി 5th സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞാലും അത് വിടാൻ പാടില്ല. 6th കൂടി അത് ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പ്രോബ്ലം ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഏതെടുക്കാം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.